ഗുരുകരണത്തിലേക്ക് സ്നേഹവദനം. ഒരേ ഒരു പ്രാർത്ഥന മാത്രം ഉച്ചരിക്കാൻ നിങ്ങൾക്ക് ഊഴവും സാവകാശം ലഭിക്കുമ്പോൾ എന്തായിരിക്കണം ഒരാൾ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം പോലും പ്രകടനത്തോടുള്ള അർത്ഥന എന്നൊക്കെ തന്നെയാണ്. അധികമായ അർത്ഥന, അധികമായ യാചന എന്നൊക്കെ എൻ്റെ അർത്ഥം. അഗാധങ്ങളിൽ നിന്ന് വരുന്ന നിലവിളിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പം എന്തായിരിക്കണം ഒരാളുടെ അഗാധമായ നിലവിളി? ഒരേ ഒരു പദം മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ഒരു കവിയുടെ ആവശ്യപ്പെടുമ്പോൾ അയാൾ ഏത് പദമായിരിക്കും തിരഞ്ഞെടുക്കുക? കവിക്ക് പദങ്ങൾ കൊണ്ട് ആ നൃത്തം ചെയ്യിക്കുന്ന കവിക്ക് എല്ലാ പദങ്ങളും പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഒരേ ഒരു പദം മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ എന്ന് വന്നാൽ അയാൾ എന്ത് ചെയ്യും? ഖലീൽ ജിബ്രാൻ തൻ്റെ സ്നേഹിതയോട് ചോദിക്കുന്നതാണ്. ചെറിയ കാലങ്ങളിൽ ആദ്യമായിട്ടൊരു പള്ളിയിൽ പോകുമ്പോൾ ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥന കിട്ടുന്നൊക്കെ ഒരു സങ്കല്പം ഞങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഒരിക്കലും നമുക്കത് ചോദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് ആവശ്യത്തിലേറെ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അതിലേത് തിരഞ്ഞെടുക്കുമെന്നൊക്കെ സന്ദേഹിച്ച് നിൽക്കുമ്പോൾ പള്ളിക്ക് പുറത്ത് കിടക്കാനുള്ള നേരവുമാകുന്നു. ഒരേ ഒരു പ്രാർത്ഥന. ആ ഒരേ ഒരു പ്രാർത്ഥനയിൽ സുവിശേഷം ആരംഭിക്കുമ്പോൾ നമ്മൾ വായിച്ച് കേൾക്കും, നമുക്ക് മുമ്പേ പോയ പിമ്പേ വന്ന ആ ക്രിസ്തുവിലേക്ക് എത്തിയ സാധകർക്ക് വേണ്ടി ആദ്യ ശിഷ്യന്മാർ മുഴക്കിയ പ്രാർത്ഥന, ഗുരു നിൻ്റെ വീട് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. സുവിശേഷത്തിൻ്റെ ഭരതവാക്യം അത് തന്നെ. അത് തീരാറാകുമ്പോൾ നമ്മൾ വായിച്ച് കേൾക്കുന്നു, മനുഷ്യ അവനോട് മുഴക്കിയ അവസാനത്തെ പ്രാർത്ഥന. അത് അവനോടൊപ്പം തന്നെ അവൻ്റെ അതേ വിധിയിൽ പങ്കുചേർന്ന ഒരു മനുഷ്യനാണ്. ആൾ അവിടത്തോട് പറയുകയാണ്, നിൻ്റെ രാജ്യത്ത് ഞങ്ങൾക്ക് ഇടം തരണമേ. രണ്ടും അതിൻ്റെ ആഴങ്ങളിൽ ഒരേ ഒരു നിലവിളിയാണ്. നിൻ്റെ ദേശത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞതാ, നിൻ്റെ ഇടത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞതാ. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കുറേ ദൂരത്ത് നിന്ന് നിന്നെ നിരീക്ഷിക്കുകയായിരുന്നു. മനുഷ്യ കരുന്ന കണക്ക് നീ വെറുതെ അലഞ്ഞു കിടക്കുന്നത് അച്ഛനല്ല. ശരിയാണ്, നീ ഞങ്ങളോടൊപ്പം നടക്കുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, അത്താഴം കഴിക്കുന്നുണ്ട്. പക്ഷേ ഇതല്ല നിൻ്റെ വീടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. മറ്റേതോ ലോകവുമായിട്ട് നിന്നെ ബന്ധിപ്പിക്കുന്ന എന്തോ ചില കണ്ണികളുണ്ട്. ചിലപ്പോഴൊക്കെ നിനക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണവുമായി വന്നിട്ടുണ്ട്. അങ്ങനൊരു അനുഭവം നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ നീ പറഞ്ഞു, വേണ്ട, നിങ്ങളറിയാത്ത ചില ഭക്ഷണം എനിക്കുണ്ടായിരുന്നു. ഞങ്ങളറിയാതെ നീ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്? അപ്പം അതൊരു വലിയൊരു അന്വേഷണം. ആ അന്വേഷണത്തിൽ പങ്കുചേരാൻ പറ്റുന്നിടത്തുനിന്നാണ് ക്രിസ്തീയ സാധന അതിൻ്റെ ഗൗരവമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഒത്തിരി കാര്യങ്ങളൊന്നും നിന്നോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വെറുതെ നിൻ്റെ വീട് ഞങ്ങൾ കാണിച്ചു തരിക. എന്താ വീടെന്ന് പറയുന്നത്? ഇങ്ങനെ കുറേ കൂടി നിലനിൽപ്പുള്ള ഇടത്തിൻ്റെ പേരാ വീട്. ഒരു ഇത്തിരി കാലം പാർത്തെടുത്ത് വിളിക്കേണ്ട വാക്ക് വീടല്ല. അതുകൊണ്ട് തന്നെ 33 സംവത്സരം നീ ഭൂമിയുടെ മീതെ ഒരു അതിഥി മാത്രമായി. ഇതല്ല നിൻ്റെ വീടെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് നിൻ്റെ ഭാഷയിൽ നിന്ന്, ശരീരഭാഷയിൽ നിന്ന്, നിലപാടുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അമ്മ വീട്ടിലിങ്ങനെ ഒഴിവുകാലത്തിന് പോകുന്ന കുഞ്ഞുങ്ങളെ കണക്കാണ് പലപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. കൊല്ലപരീക്ഷ കഴിയുമ്പോൾ മിക്കവാറും എല്ലാ വർഷങ്ങളും കൃത്യമായിട്ട് ആ പരീക്ഷ തീരുന്ന ദിവസം തന്നെ ഒരാൾ വീട്ടുമുറ്റത്തുണ്ടാകും. അത് അമ്മയുടെ അപ്പനാണ്. ഒഴിവുകാലത്തിന് അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുക. കുട്ടനാടാണ് അമ്മ വീട്. കളിച്ച് പുഴയെ മുങ്ങി, മീൻ പിടിച്ച്, മാങ്ങ പൊട്ടിച്ച്, വഞ്ചി തുഴഞ്ഞ്, ഇത്രയും രസകരമായൊരു കാലം ഇല്ല. ഓർക്കുമ്പോൾ ഈ പ്രായത്തിൽ പോലും നമുക്കതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആവശ്യത്തിലേറെ സന്തോഷം വരുന്ന ഒരു സ്മൃതിയാണ്. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ഒരു ദിവസം സന്ധ്യയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ കാണാം മറ്റൊരാൾ വീട്ടുമുറ്റത്തിരിപ്പുണ്ട്. അത് അച്ഛനാണ്, അപ്പനാണ്. സ്കൂൾ തുറക്കാൻ നേരമായി. ജൂൺ ആരംഭിക്കാൻ പോവുകയാണ്. പള്ളിക്കൂടം മണി മുഴങ്ങാൻ നേരമായി. അപ്പോൾ നിശ്ചയമായിട്ടും പെറുക്കിയെടുത്തുകൊണ്ട് പോയേ പറ്റൂ. അപ്പോൾ ഈ ഒഴിവുകാലം ചിലവഴിച്ച ഇടമല്ല വീട്. 19 സംവത്സരങ്ങൾ ഒരു ഒഴിവുകാലം കണക്ക്. ഇങ്ങനെ ഇടറിപ്പോകേണ്ട ഒഴിവുകാലമല്ല, ആരെയും വേദനിപ്പിക്കേണ്ട ഒഴിവുകാലമല്ല. ആശാമനൊക്കെ എഴുന്ന കണക്ക് ഇന്ദ്രിയങ്ങളെ ഗസലുകൾ കൊണ്ട് ശുദ്ധമായിട്ട് കുളിപ്പിച്ചുകൊണ്ട് ഈ ഒഴിവുകാലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? സംശുദ്ധമായൊരു ഒഴിവുകാലം, വിശുദ്ധമായ ആഘോഷമൊക്കെ ആക്കി മാറ്റാൻ പറ്റുമെന്നുള്ള അന്വേഷണം നല്ലതാണ്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം എൻ്റെ വീടെന്ന് നല്ല നിശ്ചയം വേണം. ഇതെല്ലാം എൻ്റെ വീടെന്ന് നിശ്ചയം ഉണ്ടാകുന്നൊരിടത്തു നിന്ന് മാത്രമാണ് ഒരാൾക്ക് ഇങ്ങനെ അഗാധമായ നിലനിൽപ്പുകൾ ഉണ്ടാവുക. എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത്? അനന്തതയുടെ സ്പർശത്തെ ജീവിക്കുക എന്നുള്ള ഒരു ഹൊറൈസൺ ഉള്ളിൽ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. കണ്ടിട്ടുണ്ടല്ലോ, സന്ധ്യയിൽ നമ്മളിങ്ങനെ കടലോരത്ത് ചെല്ലുമ്പോൾ ഈ കടലും ആകാശവും തമ്മിൽ ഇങ്ങനെ സന്ധിക്കുന്നൊരിടം, ഒരു നീല വരയാണിത്. അതിൻ്റെ പേരാണ് ഈ അനന്തത എന്ന് പറയുന്നത്. ആ ഒരു കാഴ്ചയുടെ പേര് അനന്തത. ഇത് കണക്ക് ചങ്കിനുള്ളിൽ ഇങ്ങനെ ആകാശവും ഭൂമിക്കും ഇടയിലായിട്ടുള്ള ഒരു ചെറിയൊരു നീലവര കൊണ്ട് നടക്കാൻ പറ്റുമോ? ആ നീലവര കൊണ്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ എന്നല്ല, നിങ്ങൾക്കൊരു പുസ്തകം പോലും വായിക്കേണ്ട കാര്യമില്ല, കവിത കേൾക്കേണ്ട കാര്യമില്ല.
നല്ലതുപോലെ വായിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതയെ അവളുടെ കൂട്ടുകാരൻ ശകാരിക്കുകയാണ്, ഈ വായനോട് നിനക്ക് എന്നാ കിട്ടി? അവൾക്ക് എന്ത് കാണിച്ചു കൊടുക്കാൻ അയാളെ? ഈ വായന കൊണ്ട് അവളുടെ ആന്തരിക പ്രപഞ്ചം വികസിച്ചു എന്നും അവളുടെ ഉള്ളിൽ പ്രകാശമുണ്ടെന്നും അവൾ അക്ഷരങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ നേരിടുന്നതും ഒക്കെ അവളുടെ കൂട്ടുകാരൻ അങ്ങനെ മനസ്സിലാകും. അപ്പോൾ വളരെ പ്രാഗ്മാറ്റിക്കായ നമ്മുടെ ഒരു കാലത്തിന് ഈ അനന്തത എന്ന് പറയുന്നൊരു പദം ഇങ്ങനെ സ്പിരിച്വലാകാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഇങ്ങനെ അഗാധമായ നിലനിൽപ്പിന് ഏത് പ്രതലത്തിൽ നിലനിൽപ്പിന് ആവശ്യമാണ്. ഒരു സിനിമ കാണണമെങ്കിൽ പോലും ഈ ഉള്ളിൻ്റെ എവിടെയോ ഈ ഒരു അഗാധതയെ കൊണ്ട് നടക്കേണ്ടതുണ്ട്. 30ഓളം പഴക്കമുണ്ട് അത്തരമൊരു അനന്തതയുടെ സ്പർശനത്തിൻ്റെ സാക്ഷ്യം മനുഷ്യരുമായി ബന്ധപ്പെട്ട്. മണ്ണുകൊണ്ടാണ് ദൈവം മനുഷ്യനെ മെനഞ്ഞത്. പിന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നു, ദൈവം അവൻ്റെ നാസാരന്ധങ്ങളിലേക്ക് ശ്വസിച്ചു. ശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ ആകാശത്തിൽ നിന്ന്, അതിങ്ങനെ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. ഒരേ സമയത്ത് ഇങ്ങനെ മണ്ണിൻ്റെയും ആകാശത്തിൻ്റെയും ബ്ലെൻഡിങ് ആയിട്ടാണ് മാനവജീവിതം ആരംഭിക്കുക. അതെന്ത് നല്ലൊരു ഓർമ്മപ്പെടുത്തല്ല. പുതിയ നിയമത്തിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, അവരുടെ മേൽ ഊതിക്കൊണ്ട് അവൻ പറഞ്ഞു എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക. അപ്പം ഇങ്ങനെ എവിടെയോ നമ്മുടെ ഉള്ളിൽ ഈ അനന്തതയോടൊരു തരി വെട്ടം കിടപ്പുണ്ട്. മരണം എന്ന് പറയുന്നത് പോലും വാസ്തുത ഇതിൻ്റെ സെപ്പറേഷനാണ്. ആകാശം നൽകിയത് ആകാശം തിരികെ എടുക്കുന്നു, മണ്ണ് നൽകിയത് മണ്ണ് തിരികെ എടുക്കുമ്പോഴേക്കും പിന്നെ ഞാനില്ല. അപ്പോൾ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു അനന്തയുടെ പ്രതലം കൊണ്ട് നടക്കാൻ പറ്റുമ്പോൾ അതിന് വിളിക്കുന്ന വാക്കാണ് ഗ്ലിംസ് ഓഫ് ട്രാൻസെൻഡൻസ്, ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി. അതിനകത്തേക്ക് ഒരു പ്രഭ കിട്ടാതെ ഈ അംഗം മുമ്പോട്ട് പോവില്ല. ഒരാളെക്കുറിച്ച് ഞാൻ കേട്ട ഏറ്റവും കഠിനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു, അച്ഛാ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരാളല്ല അയാൾ. കുറച്ച് ദിവസത്തോളം അതിൻ്റെ ഒരു വിറയൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരാളല്ല അയാൾ. ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും നിങ്ങളോട് നിശബ്ദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതോ ഈ കളികളൊക്കെ ഈ ശരീരത്തിൽ അവസാനിക്കുമെന്നും ഈ അംഗമൊക്കെ ഈ മൺകൂനയിൽ തീരുമെന്നും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ 30,000 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടോ? എവിടെയാണ് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കന്മാർ? എവിടെയാണ് വളരെ ചെറുപ്പത്തിൽ കടന്നുപോയ നമ്മുടെ കൈക്കുഞ്ഞ്? എവിടെയാണ് ഈ വലിയ പുണ്യാവന്മാരൊക്കെ? എവിടെയാണ് ഈ മാലാഖന്മാർ? എവിടെയാണ് ഈ അമ്മമേരി? അങ്ങനെ എന്തെങ്കിലും ഇടമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇടമുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് പ്രകാശത്തിലും പ്രഭയിലുമൊക്കെ നിൽക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ? അപ്പം അതിനകത്തൊരു വെട്ടം കിട്ടാതെ ഒരു സാധനയും മുമ്പോട്ട് പോവില്ല, ഒരു ദൈവാന്വേഷണം മുമ്പോട്ട് പോവില്ല. ഒരേ സമയത്ത് നമ്മളിങ്ങനെ മണ്ണിൻ്റേതുമാണ് ആകാശത്തിൻ്റേതുമാണെന്ന് പറഞ്ഞാനായിട്ട് ക്രിസ്തു ഉപയോഗിച്ച 2 പ്രതീകങ്ങൾ നമ്മളോട് തന്നെ പറയണം. ക്രിസ്തു ഇങ്ങനെ പദങ്ങൾ മാറ്റി പറയുന്നുണ്ട്. ചിലപ്പോൾ ക്രിസ്തു പറയുന്നത് ഞാൻ ദൈവപുത്രനാണ്. വളരെ ഡയറക്റ്റായിട്ടാവണമെന്നില്ല, പക്ഷെ മിക്കവാറും ഇടങ്ങളിൽ അതിൻ്റെ സൂചന ഉണ്ടല്ലോ. കാരണം എപ്പോഴൊക്കെ ദൈവത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിച്ച് അപ്പോഴൊക്കെ വിളിച്ചിരുന്ന വാക്ക് അപ്പ എന്നാണ്. എൻ്റെ അർത്ഥം സൺ ഓഫ് ഗാഡ് എന്ന് തന്നെ. എന്നാൽ ചിലയിടങ്ങളിൽ ക്രിസ്തു പഠിപ്പിക്കാൻ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ഒത്തിരി പീഡനങ്ങളോട് കടന്നു പോകേണ്ടതായിട്ട് വരും. മനുഷ്യപുത്രൻ കുറ്റാരോപിതനായിട്ട് വരും. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് മനുഷ്യരുടെ ശിക്ഷയ്ക്ക് വേണ്ടിയല്ല, അവരെ മോചനദ്രവ്യമായിട്ട് മാറാൻ വേണ്ടിയാണ്. ഉടനീളം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് സൺ ഓഫ് ഗോഡാണ്. അപ്പോൾ ഈ പദങ്ങൾ ക്രിസ്തു ഇങ്ങനെ മാറ്റിയും തിരിച്ചും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ കാലത്തിന് വേണമെങ്കിൽ അവൻ്റെ കലമ്പ. അവർ പറയുന്നു, നീ ഒരേ ഒരു പദത്തിൽ സ്റ്റിക്ക് ചെയ്യുക, നീ ഒന്നെങ്കിൽ ദൈവപുത്രനാണെന്ന് പറ, അല്ലെങ്കിൽ മനുഷ്യപുത്രനാണെന്ന് പറ. ക്രിസ്തു ഒരുപക്ഷെ ഉള്ളിനുള്ളിൽ ചിരിച്ചിട്ടുണ്ടാകും. കാരണം നമുക്കറിയാം ക്രിസ്തു ഇത് രണ്ടുമാണ്. ഇത് ക്രിസ്തുവിൻ്റെ മാത്രം കഥയല്ല, ഇത് ഓരോ മനുഷ്യൻ്റെയും കഥയാണ്. യു ആർ ബോത്ത് ദ സൺ ഓഫ് ഗോഡ് ആൻഡ് സൺ ഓഫ് മാൻ. അത് തിരിച്ചറിയുന്നിടത്ത് ജീവിതത്തിന് ഇങ്ങനെ ഭയങ്കരമായ അഗാധമായ നിലനിൽപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അത് തിരിച്ചറിയാൻ പറ്റാത്തിടത്താണ് ഇങ്ങനെ വല്ലാത്ത ഹലൂസിലോട്ട് ജീവിതം കുരുങ്ങുന്നത്. അപ്പോൾ ആരാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഇക്ലിബ്രിയത്തിൽ ജീവിക്കുന്നത്, ഏറ്റവും സന്തുലനാവസ്ഥ പുലർത്തി ഏറ്റവും പ്ലാസിഡൊക്കെ ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നത്? ഒരു പാദം ജീവിക്കുന്നവരുടെ ലോകത്തിലും മറുപാദം ഈ നിത്യതയിലും ചവിട്ടി നിൽക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഈ ആത്മീയ ഇക്ലിബ്രിയം പുലർത്താൻ പറ്റൂ. അതിനകത്ത് രണ്ടിനകത്തും പുലർത്തേണ്ട ഒരു അനുപാതമുണ്ട്. വളരെ കുറച്ച് പേര് ഈ അനന്തതയെ മാത്രം ആൻറ്റിസിപ്പേറ്റ് ജീവിക്കുന്നുണ്ട്. ഫലമെന്തായിരുന്നു? അവർ നിത്യജീവിതത്തിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഒളിച്ചോടുകയാണ്. നിത്യജീവിതത്തെ അഭിമുഖീകരിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. മിക്കവാറും പേരാവട്ടെ ഈ നിത്യജീവിതത്തിൽ മുങ്ങിയും പൊങ്ങിയും ഈ നിത്യതയെ മറന്നു പോകുന്നു. അപ്പോൾ ഒരു പാദം നിത്യജീവിതത്തിലും മറുപാദം നിത്യതയിലും ചവിട്ടി നിൽക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് എന്തുമാത്രം ഇക്ലിബ്രിയം ഉണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് നല്ലൊരു ഓർമ്മപ്പെടുത്തൽ പോലും അതാ. ഒരു ബുദ്ധ പാരമ്പര്യം അനുസരിച്ചിട്ട് ടിബറ്റൻ നാമകൾക്കിടയിലുള്ളൊരു രീതിയൊക്കെ അനുസരിച്ചിട്ട് ഒരു കുഞ്ഞിനുമായിട്ട് അമ്മ ആചാര്യന്മാരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ആചാര്യൻ ഈ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലുയർത്തി അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിക്കും, കുഞ്ഞെ നീ ഒരേ സമയത്ത് മുന്തിരിയുമാണ് വീഞ്ഞുവാണ്, നീ ഒരേ സമയത്ത് മുന്തിരിയോ വീഞ്ഞുവാ. ചെറിയ കുഞ്ഞിനത് മനസ്സിലാവാൻ. പക്ഷെ കാലം അവനെ പഠിപ്പിക്കും. അവൻ മുന്തിരി എന്ന് കരുതിയ പല കാര്യങ്ങളും
ഇങ്ങനെ പതുക്കെ പതുക്കെ ജീർണിച്ചുകൊണ്ടിരിക്കുക. കാരണം മുന്തിരി ജീർണിച്ചേ പറ്റൂ, ഏതൊരു പഴവും ജീർണിച്ചേ പറ്റൂ. ആരോഗ്യം ജീർണിക്കണം, യൗവനം ജീർണിക്കണം, സെക്സ്വാലിറ്റി ജീർണിക്കണം, അഴക് ജീർണിക്കണം, ഓർമ്മ ജീർണിക്കണം. ഒരു വളരെ വളരെ സങ്കടപ്പെട്ട ഒരു വർത്തമാനം ഞാൻ അടുത്ത ദിവസങ്ങളിൽ കേട്ടു. ഏതാണ്ട് കുറച്ച് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച ഒരമ്മ അമ്മയെ ഡോക്ടറുടെ അടുക്കൽ കാണിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ അമ്മയുടെ ഓരോ കാര്യങ്ങളുടെ ഒരു ഷാർപ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, 3 മൃഗങ്ങളുടെ പേര് പറ. അപ്പം അമ്മ പറഞ്ഞു, 1 പാറ്റ, 2 പല്ലി, 3ാമത്തത് എത്ര വിചാരിച്ചിട്ട് അമ്മക്ക് കിട്ടണില്ല. ഇതിൻ്റെ ഒരു ഐറണി എന്ന് പറയുന്നത്, ഈ അമ്മ ഒരിക്കലും കോളേജിൽ സുവോളജി പഠിപ്പിച്ച വ്യക്തിയാണ്. കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഭീതി വരുന്നു. ഓരോരുത്തരുടെയും വഴികളിൽ ഇത്ര സ്മൃതിനാശങ്ങളൊക്കെ കാത്തിരിപ്പുണ്ടോ? അപ്പോൾ വൈകാതെ ഈ മുതിർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മുന്തിരി ജീർണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുന്തിരി ജീർണിക്കുന്നു എന്നുള്ള അറിവിൽ കുട്ടിക്ക് പണ്ട് അവൻ്റെ ചെവിയിൽ ആരോ മന്ത്രിച്ചൊരു മന്ത്രണം ഇപ്പോഴും കിടപ്പുണ്ട്. എന്താണത്? യു ആർ ഓൾസോ ദ വൈൻ. നീ വീഞ്ഞു കൂടിയാണ്. ഈ ജീർണിക്കുന്ന മുന്തിരിക്കകത്ത് വീഞ്ഞുണ്ട്. വീഞ്ഞിൻ്റെ പ്രത്യേകത എന്താണ്? വീഞ്ഞിങ്ങനെ ഇരിക്കുന്തോറും വീര്യം വർദ്ധിക്കുന്ന ഒന്നാണ്. അപ്പം അതവനെ കുറേ കൂടി ഇങ്ങനെ അഗാധമായ ജീവിതത്തിലേക്കുള്ള പ്രേരണയായിട്ട് മാറുന്നു. പക്ഷേ പ്രശ്നം ഇതാണ്, ഏത് പ്രായത്തിലും വേണമെങ്കിൽ നമുക്കിങ്ങനെ മുന്തിരിയും വീഞ്ഞും ഒക്കെ കണ്ടെത്താം, മുന്തിരി പിഴിഞ്ഞ് വീഞ്ഞുണ്ടാക്കാൻ പറ്റും. പക്ഷേ എപ്പോൾ പിഴിയണം? അതിങ്ങനെ യൗവനത്തിലെ പിഴിയണം എന്നൊക്കെ ബൈബിൾ പറയണം. കാരണം അതിനൊരു റൈറ്റ് ടൈമുണ്ട്. ആ റൈറ്റ് ടൈമിന് നമ്മളിതിനെ പിഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു നമുക്ക് ലഭിക്കാൻ പോകുന്ന വീഞ്ഞിന് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടാവുകയുള്ളൂ. യൗവനം എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കരുത് അതിങ്ങനെ ആ ചെറുപ്പക്കാർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വാക്കാണെന്ന്. ബുദ്ധിക്കും ഹൃദയത്തിനും പൂർണ്ണ ആരോഗ്യമുള്ള നേരത്ത് തന്നെ ഒരാൾ തന്നോട് തന്നെ പറയണം, എൻ്റെ ഉള്ളിലൊരു വീഞ്ഞു കൂടിയുണ്ട്. ഈ മുന്തിരിയിൽ കുരുങ്ങി ഞാൻ ആ വീഞ്ഞിനെ കാണാതെ പോകരുത്. അപ്പോൾ എന്തോ എന്ന് എന്നിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന അംശത്തെക്കുറിച്ചുള്ള എൻ്റെ അവബോധത്തിൻ്റെ പേരാണ് നിത്യത അവബോധം. അത് എന്നെ ഭേദപ്പെട്ട മനുഷ്യനാക്കാൻ പോവുകയാണ്, പ്രകാശമുള്ള മനുഷ്യനാക്കാൻ പോവുക, ആഴമുള്ള മനുഷ്യനാക്കാൻ പോവുക. പണ്ടൊരിക്കൽ സൂചിപ്പിച്ച കണക്ക് ഒരു പ്രൊഫസറുടെ മാനസാന്തരം ഇങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ കുറേ കുഞ്ഞുങ്ങളുടെ ആളെ പിടികൂടിയിട്ട് പറയുകയാണ്, ഞങ്ങൾക്കൊരു കുഞ്ഞ് ചെറിയ സംശയമുണ്ട്. എന്താണത്? കാറ്റിൽ തിരി കെട്ടുപോകുമ്പോൾ വെളിച്ചം എവിടെ പോകുന്നു? ആളെന്ത് പറയാനാണ്? ഒരു ഊർജ്ജത്തെയും നിർമ്മിക്കാനോ നശിപ്പിക്കാനാവില്ലെന്ന് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് എന്ത് പറയാനാണ്? പിന്നീട് അയാൾ കുറേ ദിനങ്ങൾ ധ്യാനിച്ചു. അയാൾക്ക് പ്രകാശം കിട്ടി. അയാളിങ്ങനെ എഴുതുന്നുണ്ട്, കാറ്റിൽ എൻ്റെ ജീവൻ്റെ തിരുനാളം കെട്ടുപോയി കഴിഞ്ഞാലും അവശേഷിക്കുന്ന വെളിച്ചമുണ്ട്. അപ്പോൾ എന്തോ ഒന്ന് ഈ ശരീരമെന്ന് പറയുന്ന വിളക്ക് കെട്ടുപോയി കഴിഞ്ഞാലും അവശേഷിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് അന്വേഷണത്തിൽ ഏർപ്പെടുന്ന നല്ലതല്ലേ? ഒരു കാര്യം ശരിയാണ്, ഈ നിത്യത എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് നമുക്ക് കാര്യമായ വ്യക്തത കിട്ടാൻ പോകുന്നില്ല. ഒരു നിത്യതാ സങ്കല്പവുമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു കരുതുന്ന വ്യക്തത പോലും വാസ്തവത്തിൽ നിങ്ങളുടെ മതം അത്ര റിഫൈൻഡ് അല്ലെന്നൊരു സൂചനയാണ്. കാരണം അനന്തതയിൽ എന്ത് സംഭവിക്കുന്നു, മരിച്ചുപോയവർക്ക് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തതയുള്ളത് ഭൂമിയിലെ ഈ കൂടുതലും ഗോത്രങ്ങൾക്കാണ്. അവരുടെ ഇടയിലൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവർക്ക് എന്ത് സംഭവിക്കുന്നു, മരിച്ചവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടി കപ്പയും കറിയും ഒക്കെ വിളമ്പി വെക്കുന്ന രീതി പോലുമുണ്ട്. പക്ഷേ അത് അത്രയും കൃത്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ മതം ഭേദപ്പെട്ട മതമാണെന്ന്? ഇത് ഭേദപ്പെട്ട മതമാണെന്നല്ല എൻ്റെ അർത്ഥം, അതിന് ഇത്തിരി റിഫൈൻമെൻറ്റ് ആവശ്യമുള്ള മതമാണെന്ന് അർത്ഥം. കാരണം ദൈവവിശ്വാസത്തിനകത്തൊക്കെ കുറേ കൂടി റിഫൈൻമെൻറ്റ് ഉണ്ടാകുന്നതനുസരിച്ചിട്ട് ഈ നിത്യതാ സങ്കല്പങ്ങളിലെ ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, കൂടുക അല്ല കുറയുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ പദാവലികൾ കൊണ്ട് ഇങ്ങനെ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യേണ്ടതൊന്നും നല്ല നിത്യത നമുക്കറിയാം. പക്ഷെ അതിനെക്കുറിച്ചൊരു അടിസ്ഥാന ഒരു ആഭിമുഖ്യമില്ലാതെ, അതിനെക്കുറിച്ചൊരു അടിസ്ഥാനം ഓർമ്മപ്പെടുത്തില്ലാതെ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? എന്നൊക്കെ മനുഷ്യൻ്റെ പദങ്ങൾ ഇതിനെയൊക്കെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴും ക്രിസ്തു ഇതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ തന്നെ ഒരു കുഞ്ഞു സംഭവമുണ്ട്, 7 പുരുഷന്മാർ വിവാഹം കഴിച്ച സ്ത്രീ. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ആ കഥ പറയുന്നത് ആ ദേശത്തെ പണ്ഡിതന്മാരാ. അവർ പറയുകയാണ്, 7 പുരുഷന്മാരിൽ മൂത്താളെ വിവാഹം കഴിച്ച സ്ത്രീ, ആദ്യത്താൾ മരിച്ചു, പിന്നീട് അയാൾ അനുജനെ വിവാഹം കഴിച്ചു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കല്യാണം കഴിക്കുന്നു, ഓരോരുത്തരും മരിച്ചു പോകുന്നു, ഒടുവിൽ ഈ സ്ത്രീയും മരിച്ചു. എന്നിട്ട് അവർ ക്രിസ്തുവിനെ വല്ലാതെ കോർണർ ചെയ്യുന്ന മട്ടിൽ ഇങ്ങനെ ചോദിച്ചു, നിത്യതയിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? ചിരിക്കുക. പറഞ്ഞു, നിത്യതയിൽ അവർ വിവാഹം കഴിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഡോണ്ട് യൂസ് യുവർ ഹ്യൂമൻ കാറ്റഗറി ടു എക്സ്പ്ലെയിൻ ഇറ്റേണിറ്റി. നിത്യതയെ വിശദീകരിക്കാനായിട്ട് നിങ്ങളുടെ പദാവലികൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അപ്പം അതങ്ങനെ ഒരു നിഗൂഢമായിട്ട് തന്നെ നിന്നുകൊള്ളട്ടെ. പക്ഷെ അത്തരം നിഗൂഢത സ്വന്തം ചങ്കിനോടൊപ്പം ഇല്ലെന്ന് ഓർത്ത് നടന്നു കഴിഞ്ഞെന്നാൽ നമ്മൾ എത്ര ഷാലോയായ മനുഷ്യരാകും. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ തരുന്ന ഒരാളല്ല ഇയാൾ. അപ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ഒത്തിരി ഒരു വിശദീകരണം തരാനൊന്നും അല്ല ഈ സന്ധ്യ. വെറുതെ അങ്ങനെ ഒരു പ്രതലത്തെ ഇങ്ങനെ കാണാതെയും കേൾക്കാതെയും എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു കുഞ്ഞൊരു വ്യഥ കൊണ്ട് മാത്രം ഈ ഒരു സന്ധ്യയിൽ ഈ ചോദ്യം ഉയർത്തുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കൺവെൻഷൻകാർ
അവർ എനിക്കൊരു വിഷയം തന്നു, നിത്യം എന്ന് പറഞ്ഞൊരു വിഷയം തന്നു, എന്നിട്ട് സമയം തന്നു, ബ്രാക്കറ്റിൽ 2 മണിക്കൂർ. എന്നത് സംസാരിക്കാനാണ്. പിന്നെ അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞ്, പിന്നെ കഥകൾ വിസ്തരിക്കാൻ വേണ്ടി വേറെ കഥ പറഞ്ഞു. എന്നിട്ട് 1 മണിക്കൂറിനപ്പുറം കാര്യം ഓടിയില്ല. ഇതിൻ്റെ വൈദ്യുതി പിന്നാമ്പുറത്തു കൂടി ഒന്ന് പതുക്കെ രക്ഷപ്പെടാമെന്ന് കരുതുമ്പോൾ ശകലം പൈത്യമൊക്കെ ഉണ്ടെന്ന് കരുതുന്നൊരു ചെറുപ്പക്കാരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്തൊരംഗമായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യുന്നുണ്ട്, അവന് പോലും മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ ട്രാക്കേറ്റ് ഓടിയായിരുന്നു. ഞാൻ പറഞ്ഞു, പിന്നെ എന്തു പറയണം. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു ചിരിയോടുകൂടി പറഞ്ഞു, ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഈ വേദി അങ്ങോട്ട് കാലിയാക്കി പോയാൽ പോരായിരുന്നു. എന്തായിരുന്നു അത്? ലോകം മുഴുവൻ നേടിയാലും ഒരാളുടെ ആത്മാവ് നഷ്ടമായാൽ അയാൾ എന്നാ ചെയ്യും? നിലനിൽക്കുന്നതിനെ പണയം വെച്ചിട്ട് ഒരാൾക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഈ ചോദ്യം ഏതൊരു കാലഘട്ടത്തിലെയും ഈശ്വരാഭിമുഖ്യമുള്ളവർ, സത്യാന്വേഷികളായ മനുഷ്യ ജീവിതത്തെ വേർതിരിച്ചതാണ്. ഒരു 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് പാരീസ് സർവകലാശാലയിൽ ഒരു ഫിലോസഫിയുടെ ഡീൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതാണ്. റോയൽ അപ്ബ്രിങ്ങിംഗ് ഉള്ള, രാജകീയ പശ്ചാത്തലമുള്ള ഫിലോസഫിയുടെ അധ്യാപകൻ ഫ്രാൻസിസ് എന്ന പേര്. ഒരു ദിവസം ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ചോദിക്കാൻ, ഫ്രാൻസിസ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായി എന്നാ ചെയ്യും? ക്രിസ്തു വഴികൾ ഇത്രയും ഷാർപ്പായൊരു വാക്കില്ല. നമുക്കറിയാം, ഒരു ഫിലോസഫി പ്രൊഫസർക്ക് എന്താ പറയുന്നത്, ഈ ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ ഈ നിലനിൽക്കുന്നതിനെ പണയം വെച്ച് അവണിച്ച് എനിക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? അയാളിങ്ങനെ അതിൻ്റെ മീതെ ചിന്തിച്ചു തുടങ്ങി. പിന്നീട് വൈകാതെ തന്നെ തൻ്റെ ചങ്ങാതിമാർക്ക് നല്ലൊരു ഭക്ഷണം കൊടുത്തിട്ട്, നല്ലൊരു വിരുന്നൊക്കെ കൊടുത്തിട്ട് അയാൾ ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. അപ്പോൾ ഏതൊരു കാലത്തിലെയും മനുഷ്യരുടെ ജീവിതത്തെ വേർതിരിക്കാൻ കെൽപ്പുള്ള ആ ചോദ്യത്തെ നമുക്ക് എത്ര നാളും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അടിക്കാനാവും. ഇതെൻ്റെ വീടല്ലെന്ന് ഉള്ള ഒരു പ്രഭ ഉണ്ടാവുന്നത് നല്ലതാണ്. വിവേകാനന്ദനെക്കുറിച്ച് വായിച്ച് കേൾക്കുന്ന കണക്ക് 30 വയസ്സിൽ ഈ മനുഷ്യൻ ആ യൂറോപ്പിൻ്റെ മുഴുവൻ ആകർഷണ കേന്ദ്രമായി. യൂറോപ്പ് ഈ മനുഷ്യൻ്റെ മുമ്പ് ഇങ്ങനെ വല്ലാതെ പിന്നാലെ. എന്നിട്ടും ആ വെള്ളിപ്രഭയിൽ നിൽക്കാനല്ല ഈ മനുഷ്യൻ ആഗ്രഹിച്ചത്. കൽക്കട്ടയിലുള്ള തൻ്റെ പുഴയോരത്തുള്ള ഒരു ചെറിയ വീട്ടിൽ വന്നിട്ട് ഏതാണ്ട് ഒളിച്ച് താമസിക്കുക. ബ്രിട്ടീഷ് പത്രക്കാർ, സ്കൂപ്പ് റിപ്പോർട്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നവർ ഇയാളെ തപ്പിയെടുക്കുന്നു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് ഇവിടെ എന്താ ചെയ്യുക? അവിടെ ഡൂയിങ് ഹിയർ? അപ്പോൾ ഈ മനുഷ്യൻ, ഈ 30കളുടെ ആദ്യപാതിയിലെത്തിയ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോഴവർ പറഞ്ഞു, യു ആർ ടു യങ്, നീ വളരെ ചെറുപ്പമാണ്, ഈ പ്രായത്തിൽ നിന്ന് നീ മരണത്തെക്കുറിച്ച് ചിന്തിക്കണത്. അപ്പോൾ വിവേകാനന്ദ പറഞ്ഞ വാക്ക് നല്ലൊരു മെഡിറ്റേഷനാണ്, നല്ലൊരു ധ്യാന ചിന്തയാണ്. എന്താണത്? അന്യ വീട്ടിൽ വേലക്ക് നിൽക്കുന്ന ആയേക്കണക്ക് ജീവിക്കുവാൻ ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ കുഞ്ഞിന് ഭക്ഷണം ഒരുക്കുമ്പോൾ എനിക്കറിയാം, ഇതല്ല എൻ്റെ കുഞ്ഞ്, ഇതല്ല എൻ്റെ അത്താഴം, ഇതല്ല എൻ്റെ വീട്. എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ, ഓരോ കാര്യങ്ങളിൽ നല്ലതുപോലെ ഏർപ്പെടുമ്പോഴും വല്ലപ്പോഴും സ്വന്തം മനസ്സോട് പറയണം, ഇതല്ല എൻ്റെ വീട്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം വിവേകാനന്ദ മരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പലരും വിചാരിക്കുന്നുണ്ട് ഈ നിത്യതയെക്കുറിച്ചുള്ള ആ ഒരു വിചാരങ്ങളും അന്വേഷണങ്ങളുമൊക്കെ രോഗശൈലിയിലോ വാർദ്ധക്യത്തിലോ മാത്രം സംഭവിക്കേണ്ടതാണെന്ന്. അല്ല, നിത്യത എന്ന് പറയുന്നത് നിങ്ങൾ ചെറുപ്പം തൊട്ടേ പുലർത്തേണ്ട ഒരു ബെൻഡാണ്. ഒരു വൃക്ഷം എങ്ങോട്ട് ചാഞ്ഞിരിക്കുമോ അവിടേക്കായിരിക്കും അതിൻ്റെ വീഴ്ച. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പുഴയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു വൃക്ഷം കാറ്റ് വരുമ്പോൾ ഇങ്ങോട്ട് മറിയുന്ന? നീ എങ്ങോട്ട് ചാഞ്ഞിരിക്കുമോ അവിടേക്കായിരിക്കും അതിൻ്റെ വീഴ്ച. 12 വയസ്സ് തൊട്ട് നസ്രത്തിൽ യേശു പുലർത്തിയ വിവേകത്തിൻ്റെ പേരാണ് നിത്യതാവബോധം. 12-ാം വയസ്സിൽ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുപോയി, എന്നിട്ട് പള്ളിയിൽ ചെന്ന കുഞ്ഞ് ഇങ്ങനെ പുഴയിലെത്തിയ താറാൻ കുഞ്ഞിനെ കണക്ക് അവിടെ തന്നെ അങ്ങോട്ട് ചുറ്റിപ്പറ്റി നിന്നു, കരക്കോട്ട് കയറിയില്ല. 3-ാം ദിവസം അവനെ തപ്പിയെടുത്തപ്പോൾ അവർ പറഞ്ഞു, എന്തുമാത്രം നീ ഞങ്ങളെ പരിഭ്രമിച്ചു. അവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു, എന്തുമാത്രം നീ ഞങ്ങളെ പരിഭ്രമിപ്പിച്ചു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതല്ലേ. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വീടല്ല എൻ്റെ വീട്. നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നിങ്ങളല്ല എൻ്റെ അപ്പനും അമ്മയും. എന്നിട്ടും ക്രിസ്തു അടുത്ത വരി എന്താണ്? അവൻ തൻ്റെ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. ഓരോ കാര്യങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾക്ക് കപ്പം കൊടുക്കുമ്പോഴും സ്വന്തം മനസ്സിലൊരു ഓർമ്മ ഉണ്ടാവണം, ഇതല്ല എൻ്റെ വീട്. എവിടെയുണ്ട് ആ വീടിനെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിറയെ മുറികളാണ്. നിങ്ങൾക്ക് മുറികൾ ഒരുക്കാൻ വേണ്ടി ഞാൻ മുമ്പേ പോയിരിക്കുക. വളരെ ലളിതമായിട്ടാണ് ക്രിസ്തു പറയണം. തച്ചൻ മുക്കുവരോട് സംസാരിക്കുക, പക്ഷെ ആ വാക്കിനകത്ത് എന്തുമാത്രം ആർജവ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ട് അവൻ്റെ വാക്കുകൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. എവിടെയോ അവൻ നമുക്ക് വേണ്ടി വീടൊരുക്കുന്നുണ്ട്. വളരെ സങ്കടം നിറഞ്ഞ സ്നേഹം പുരണ്ടൊരു വാക്കുണ്ടല്ലോ ബൈബിളിൽ, നിത്യതയിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുവോളം ഇനി ഞാൻ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യില്ല. നസ്രത്തിൽ യേശു
ഇപ്പോഴും മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്തിട്ടില്ല. നമ്മളാവട്ടെ കുർബാന സ്വീകരണത്തിലൊക്കെ മുന്തിരിയുടെ ഒരു ഫലത്തിൽ നിന്ന് ഇത്തിരി പാനം ചെയ്യാറുണ്ട്. അവസാനത്തെ ആളും നിത്യതയിൽ അവൻ്റെ മേശയിലേക്ക് വരുവോളം നസ്രത്തിലെ യേശു മുന്തിരിൽ നിന്ന് പാനം ചെയ്യില്ലത്രേ. സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് ഈശോ പറഞ്ഞു. എന്താ സത്യം എന്ന് പറയുന്നത്? വ്യക്തമായ കാഴ്ചയാണ് സത്യം. ആ ഒരു ക്ലാരിറ്റി, കാഴ്ചയ്ക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്ന റൈറ്റ് പെർസെപ്ഷൻ ഇസ് ട്രൂത്ത്. ഒരു ഡയസിൽ എന്തോ അനങ്ങുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളിൽ ഒരാൾ പറയുകയാണ് എടാ അത് പാമ്പ, വേറെ ആൾ പറയുന്നത് ഓലക്കീറ. എന്തോ ആവട്ടെ, ഈ കുട്ടികൾ ഈ ദൂരം വരെ എത്തുമ്പോൾ ഇത് പാമ്പെന്ന് ഓലക്കീറെന്ന് തെളിയുന്നു. ആ നിമിഷത്തിൻ്റെ പേരാ സത്യം. അങ്ങനെയെങ്കിൽ സത്യമാണ് ഓരോരുത്തർക്കും ആന്തരിക സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. എന്താണ് ഏറ്റവും വലിയ സത്യം? ഏത് കടന്നു പോകുന്നു, ഏത് നിലനിൽക്കുന്നു. ഇതിനിടയിൽ വല്ലാത്ത മതിഭ്രമം സംഭവിച്ച ആത്മീയ ഹലൂസിനേഷന് വിധേയപ്പെട്ടൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതാണ് കടന്നു പോകുന്നത്? ഏതാണ് എന്നിൽ നിലനിൽക്കുന്നത്? ജീവിതം പലപ്പോഴും ഈ പഴയ ഫലിതം കണക്ക് അപഹാസ്യമാകുന്നു. കുറച്ച് മദ്യപിച്ചവരുകൂടി ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. ട്രെയിൻ വന്നു കഴിയുമ്പോൾ 9 പേര് അതിനകത്ത് കയറിപ്പോയി. 10 പേരുണ്ടായിരുന്നു, 9 പേര് കയറിപ്പോയി. ഒരാൾ മാത്രം ബാക്കിയാവുന്നു. അയാൾ വാവിട്ട് കരയുകയാണ്, ഞങ്ങൾ 10 പേരുണ്ടായിരുന്നേ, 9 കയറിപ്പോയി. ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇത്രയും ബുദ്ധിയും ബോധവും ഇല്ലാതെ 10 പേര് വന്നിട്ട് 9 പേര് കയറിപ്പോയില്ല. ചേട്ടൻ വിഷമിക്കരുത്, അടുത്ത വണ്ടിക്ക് ചേട്ടനും കയറിപ്പോവാം. അപ്പോൾ അയാൾ പറഞ്ഞു അതിന് ഒരു പ്രശ്നമുണ്ട്. എന്താണത്? ഈ 9 പേര് എനിക്ക് സെൻഡ് ഓഫ് തരാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഈ ട്രെയിനകത്ത് ഇടിച്ച് കയറി ഇങ്ങനെ ചാറ്റ കാണിച്ചുകൊണ്ടിരിക്കണം. അയാളെപ്പോഴും പ്ലാറ്റ്ഫോമില്ല. യു മിസ് ദ പ്ലാറ്റ്ഫോം. ഏത് കടന്നു പോകുന്നു, ഏത് നിലനിൽക്കുന്നു. ആ വെട്ടം കിട്ടിയ മനുഷ്യരാണ് സത്യത്താൽ സ്വതന്ത്രമാക്കപ്പെട്ടവർ. അതിൻ്റെ അർത്ഥം നിത്യതയുടെ ഒരു തരി വെട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യം തരാൻ പോകുന്നത്. ജീവിതം പ്രഭാമയം സന്നിധാനം.